യാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി സസ്യലതാദികളുടെ പ്രത്യേകതകൾ, അതിലുള്ള പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ പലതെണ്ണിയത് നമ്മൾ ഇപ്രകാരം വായിക്കും. ഫഹാദൻ നബാതു യുഗദ്ദി, ചില സസ്യങ്ങൾ ഭക്ഷണമാണ്, പോഷകമാണ്. വഹാദ യുസ്ലിഹുൽ ഗിദ, എന്നാൽ മറ്റു സസ്യങ്ങൾ അത് പോഷണത്തിന്, ഭക്ഷണത്തിന് മാറ്റുകൂട്ടാനും മേന്മ കൂട്ടാനുമാണ്. കറിവേപ്പില പോലെ ഉള്ള ചെടികൾ. വഹാദ യുനഫിദുഹു വഹാദ യുദ്ഇഫ്, ചിലത് പോഷകങ്ങളെ എത്തിക്കാനാണ്, ചിലത് പോഷകത്തെ പരിമിതപ്പെടുത്താനാണ്. വഹാദ സുമ്മുൻ ഖാത്തിൽ, ചില സസ്യങ്ങൾ അത് വിഷമാണ്, ആളെ കൊല്ലുന്ന വിഷം. വഹാദ ഷിഫാഉ മിനസ്സും, എന്നാൽ മറ്റു ചില സസ്യങ്ങൾ വിഷത്തിൽ നിന്ന് സൗഖ്യം പകരാനാണ്, സുരക്ഷയാണ്. വഹാദ യുംരിദ്, ചില സസ്യങ്ങൾ രോഗമുണ്ടാക്കും. വഹാദ ദവാഉ മിനൽ മറദ്, മറ്റു സസ്യങ്ങൾ രോഗത്തിൽ നിന്ന് മരുന്നാണ്. വഹാദ യുബ്രിദ് വഹാദ യുസഖിൻ, ചില സസ്യങ്ങൾ തണുക്കാനാണ്, മറ്റു ചില സസ്യങ്ങൾ ചൂടാക്കാനാണ്. വഹാദ ഇദാ ഹസല ഫിൽ മഇദതി ഖമഅ സഫ്റാഅ മിൻ അമാഖിൽ ഉറുഖ്, ചില സസ്യങ്ങൾ ആമാശയത്തിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ പിത്തരസത്തെ ഇല്ലാതാക്കും. വഹാദ ഇദാ ഹസല ഫീഹ വലദ സഫ്റാഅ വസ്തഹാല ഇലൈഹ, മറ്റു ചിലത് ആമാശയത്തിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ പിത്തരസം ജനിപ്പിക്കും, അല്ലെങ്കിൽ അതിലേക്ക് ആ സസ്യം മാറും. വഹാദ യദ്ഫഉൽ ബൽഗമ വസ്സൗദ, ചിലത് കഫങ്ങളെ ചെറുക്കാനാണ്, പിത്തരസത്തെയും ചെറുക്കാനാണ്. വഹാദ യസ്തഹീലു ഇലൈഹിമ, ചില സസ്യങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പിത്തരസമുണ്ടാക്കുകയും അതേപോലെ കഫം ജനിപ്പിക്കുകയും ചെയ്യും. വഹാദ യുഹീജുദ്ദം, ചിലത് രക്തം ഇളക്കും. വഹാദ യുസ്കിനു, മറ്റ് ചിലത് രക്തത്തെ അടക്കും. വഹാദ യുനവ്വിം, ചില സസ്യങ്ങൾ കഴിച്ചാൽ ഉറക്കമുണ്ടാക്കും. വഹാദ യംനഉന്നൗം, മറ്റ് ചിലത് കഴിച്ചാൽ ഉറക്കം ചെറുക്കും, ഉറക്കം നഷ്ടമാക്കും. വഹാദ യുഫ്രിഹ് വഹാദ യുജ്ലിബുൽ ഗം, ചിലത് സന്തോഷം ജനിപ്പിക്കും, മറ്റ് ചിലത് സന്താപം ജനിപ്പിക്കും. ഇലാ ഗൈരി ദാലിക മിൻ അജായിബിൻ നബാത്ത്, ഇങ്ങനെ തുടങ്ങി സസ്യലതാദികളിലെ അത്ഭുതങ്ങൾ. അല്ലത്തി ലാ തകാദു തഖ്ലു വറഖത്തും മിൻഹു വലാ ഇർഖുൻ വലാ സമറത്തും മിൻ മനാഫിഅ, സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലെ ഒരു ഇല പോലും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേര്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കായ്, ഫലം, അത് മുക്തമല്ല മിനൻ മനാഫിഅ, ഫല ഗുണങ്ങളാൽ, ഫലങ്ങളാൽ. തഅജുസു ഉഖൂലുൽ ബശർ അനിൽ ഇഹാതതി ബിഹാ വതഫ്സീലിഹ, ഈ സസ്യങ്ങളുടെ ഇലകൾ, മൂലങ്ങൾ, ഫലങ്ങൾ, അതിലേക്കുള്ള ഉപകാരങ്ങളെ അളക്കാനും അതിൻ്റെ വിശദീകരണം എത്തിപ്പിടിക്കാനും മനുഷ്യബുദ്ധി അശക്തമാണ് എന്നാണ് പലതെണ്ണിയതിനു ശേഷം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഞാനിവിടെ ഇത് ഉദ്ധരിച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മീതെ നിന്ന് മഴ പെയ്യിപ്പിക്കുന്നു. ആ മഴയിലൂടെ നിർജ്ജീവമായ നാടിനെ സസ്യലതാദികൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സജീവമാക്കുന്നു. അതിൽ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണല്ലോ നമ്മുടെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ ദൃഷ്ടാന്തങ്ങൾ എങ്ങനെ? അത് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ്.